പീരുമേട്ടിൽ കാട്ടാനാക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് സീതയുടെ ഭർത്താവായിട്ടുള്ള ബിനു ഇപ്പോൾ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ് ഈ സംഭവം നടന്നിട്ട്. ഇതുവരെ കുടുംബത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം ഇപ്പോഴും വൈകിപ്പിക്കുകയാണ്. അതോടൊപ്പം ബിനുവിൻ്റെ ആദ്യം മുതലുള്ള ഒരു ആവശ്യം, ഒരു ജോലി, താൽക്കാലികമായിട്ടുള്ള ജോലി അത് സ്ഥിരപ്പെടുത്തി നൽകണമെന്നുള്ളതൊക്കെയായിരുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴും എന്നെ കുറ്റവാളിയാണെന്നുള്ള രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും ഇതേവരെ ഇത്ര നാളായിട്ട്, ഈ മാസങ്ങളായിട്ടും എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളത് ഇതേവരെ കിട്ടേണ്ടതായിരുന്നു, ഇതേവരെ കിട്ടിയിട്ടില്ല. നമ്മളെവിടെയെങ്കിലും ഈ ആവശ്യം പരാതിയൊക്കെ നൽകുകയൊക്കെ ചെയ്തല്ലോ, ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു അവരുടെ? അതേപ്പറ്റിയൊന്നും ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ആരും ഒന്നും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെയും വിളിച്ചിട്ടില്ല വനംവകുപ്പെന്ന്? ഇല്ല, വിളിച്ചിട്ടില്ല. മറ്റ് ജനപ്രതിനിധികൾ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നിരുന്നോ? ഇതേപ്പറ്റി ഇപ്പം ഈ 2 മാസത്തിനുള്ളിൽ ഇപ്പോൾ ആരും വന്ന് അന്വേഷിക്കുന്നില്ല. പിന്നെ ഇതേപ്പറ്റി അന്വേഷിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഉരുമുപ്പ് മാത്രമേ ഇതേപ്പറ്റി അന്വേഷിക്കുന്നുള്ളൂ. ഓരോ കാര്യത്തിന് എൻ്റെ കൂടുതൽ വരുന്നുള്ളൂ. നഷ്ടപരിഹാരം അതോടൊപ്പം തന്നെ ജോലി, അതാണോ? അതോടൊപ്പം തന്നെ 2 മക്കളും ഉണ്ടല്ലോ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിയിരിക്കുക. ഈ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തിനൊന്നും സ്കൂളിലോട്ട് പോയിട്ടേ ഇല്ല പിള്ളേർ. അതേപ്പറ്റിയൊന്നും അന്വേഷിക്കാൻ ഒരു സർക്കാർപരമായിട്ട് ആരും വന്നിട്ടില്ല. ഇതിനകത്ത് മെയിനായിട്ടും പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഒരു ഓഫീസ് നമ്മുടെ പീരുമേട്ടിലുണ്ട്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതിനകത്ത് ആദ്യം കാട്ടാനാക്രമണത്തിലാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ പറയുന്നു ഇതിനകത്ത് ചില സംശയങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഫോറസ്റ്റും ഡോക്ടറും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണോ ഇത്തരത്തിൽ ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ കാരണമായി വന്നത്? അതെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു അട്ടിമറി? എന്തിനു വേണ്ടിയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ എല്ലാ ആൾക്കാരും ഇല്ല. റേഞ്ച് ഓഫീസർ മുതൽ താഴോട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഇപ്പം DFO ആണ് പറഞ്ഞതെന്ന്, ഞാൻ കാട്ടാനയുടെ ആക്രമണമല്ല, കൊലപാതകമാണെന്ന് പറയുകയും ചെയ്ത്. അതേപോലെ കാട്ടാനയുടെ സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമാണെന്നാണ് അന്നിരുന്ന DFO പറഞ്ഞത്. ഒരു കാര്യം കൂടി, താങ്കൾക്ക് ഇപ്പോൾ താൽക്കാലികമായി ജോലിയുണ്ട്, അത് സ്ഥിരപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഈ DFO ഉൾപ്പെടെ താങ്കളെ അവഗണിക്കുമ്പോൾ, താങ്കളെ കുറ്റപ്പെടുത്തുമ്പോൾ, അവിടെ ഒരു ജോലി മുന്നോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരില്ലേ? ഒരു ഭയം ഉണ്ടാവില്ലേ? ഭയമുണ്ട്. എങ്കിൽ പോലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു ജോലി എനിക്ക് ആവശ്യമാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഊരുമൂപ്പൻ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഇപ്പോൾ 2 മാസമൊക്കെ പിന്നിടുകയാണ്, ഇപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഊരുമൂപ്പൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ബിനുവിന് കിട്ടേണ്ട ആനുകൂല്യം കൃത്യമായിട്ട് താമസിയാതെ തന്നെ കിട്ടണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കൂടാതെ ബിനുവിനുണ്ടായിരുന്ന താൽക്കാലിക ജോലി ആണെങ്കിലും അത് സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗൂഢാലോചന എന്തിനു വേണ്ടിയിട്ടായിരിക്കുന്നത്? കാരണം ബിനുവിനെ കൊണ്ട് ആർക്കൊരു ഉപദ്രവം ഇതുവരെ ഉണ്ടായിട്ടില്ല. താൽക്കാലികമായ ഒരു ജോലിയൊക്കെ ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലൊരു ഗൂഢാലോചന ഈ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം 10 ലക്ഷം രൂപ കൊടുക്കാൻ ഇത് കുറ്റക്കാരനാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ വരുവാണെങ്കിൽ 10 ലക്ഷം രൂപ ലാഭമുണ്ട്. ആർക്കും കൊടുക്കണ്ട. പിന്നെ താൽക്കാലികമായിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറ്റിവിടാം, അതും കൊടുക്കണ്ട. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു കൊലപാതകനാക്കിക്കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുക്കുന്നുണ്ട്. കോപ്പി എടുത്തിട്ട് അതിൻ്റെ വേണ്ടുന്ന രീതിയിൽ നടപടിക്രമമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ബിനുവിൻ്റെയും അതോടൊപ്പം തന്നെ ഊരുമൂപ്പൻ്റെയും പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ സീത കൊല്ലപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും അർഹമായൊരു നഷ്ടപരിഹാരം അതോടൊപ്പം തന്നെ പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല എന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.